ഈ സാധാരണ രീതിയിൽ കിടന്നേ. നമ്മൾ സാധാരണ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ലെഗ് പ്രസ്സിനേക്കാൾ ചെറിയ വ്യത്യാസമുണ്ട്. നീ തലയോടെ വെച്ചിട്ട് കാൽമേളിലേക്ക് ആയിരിക്കും. പൊട്ടിക്ക് താഴ്ത്തി വെച്ചോ. യെസ്. ഇനി ഈ ലിവർ നീ അവിടെ പയ്യെ ചവിട്ടിയിട്ട് ബാക്കിലേക്ക് വലിക്കുമ്പം ഇത് ആക്റ്റീവ് ആവും. ഓക്കെ. ഇനി ലെഗ് പ്രസ് ചെയ്ത് നോക്കി. തല താത്തി വെച്ചോ. എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? സാധാരണ ലെഗ് പ്രസ്സിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഇട്ടു, ആ വെയിറ്റ് താഴേക്ക് വന്ന് നമ്മൾ ചവിട്ടിപ്പൊക്കി. അപ്പൊ നമ്മുടെ കാലിന്റെ ആംഗിളിനനുസരിച്ചിട്ടല്ല മിഷൻ മൂവ് ചെയ്യുന്നത്. മിഷന്റെ ആംഗിളിനനുസരിച്ചിട്ടാണ് നമ്മൾ കാല് മൂവ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു പെൻഡുലം പോലത്തെ ഒരു മോഷനും കൂടെ ഉണ്ട്. അതായത് നീ കാലെങ്ങനെ വെക്കുന്നോ, നിന്റെ കാല് ചെരിയോ തിരിയോ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കാലിനനുസരിച്ചിട്ടാണ് മിഷൻ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ആംഗിളിലോ കാലിനോ ഒക്കെയുള്ള നമ്മുടെ പൊസിഷൻ തെറ്റിപ്പോകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇഞ്ചുറി ലെവൽ സാധനങ്ങളെല്ലാം കുറവായിരിക്കും. ഇപ്പം കമ്പാരിറ്റീവ്ലി പഴയ നമ്മുടെ ലെഗ് പ്രസ്സിനേക്കാളും ഇഞ്ചുറി കുറവുമായിരിക്കും, റിസൾട്ട് കൂടുതലുമായിരിക്കും. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചവിട്ടി പിടിച്ചിട്ട് ആ ലിവർ ബാക്കിലേക്ക് വലിച്ചാൽ മതി. ആയിട്ടില്ല, ഒന്നുകൂടെ.